കേരളത്തിലെ യുവതലമുറ അത് ജെൻസി ആയിക്കൊള്ളട്ടെ, ജൻ ആൽഫ ആയിക്കൊള്ളട്ടെ, കേരളത്തിലെ ഇടത് വലത് പുരോഗമന പാർട്ടികളിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ പിന്തുണച്ചിരുന്ന വ്യക്തിയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. റാപ്പർ വേടനെതിരെ നിരന്തരമായി മീറ്റു ആരോപണങ്ങളും പീഡന പരാതികളും വരുന്നുണ്ട്. അതാ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് റാപ്പർ ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതി ലഭിച്ചിരിക്കുകയാണ്. വേടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വെളിപ്പെടുത്തി 2 യുവതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ DGPക്ക് ഇന്ന് കൈമാറുമെന്നും വിവരമുണ്ട്. ഇരുവരും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടി. 2020 സംഭവമെന്നാണ് ഒരു യുവതിയുടെ പരാതി. 2021 രണ്ടാമത്തെ പരാതി. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യത്തെ പരാതി. തന്റെ സംഗീത പരിപാടികളിൽ ആകർഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാമത്തെ യുവതിയുടെ പരാതി. നോക്കൂ, ഇതുപോലെ നിരവധി സ്ത്രീകൾ വേടൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതിക്രൂരമായ രീതിയിലാണ് വേടൻ തങ്ങളെ പീഡിപ്പിച്ചതെന്നാണ് ഓരോ പെൺകുട്ടികളും അവരുടെ മൊഴിയിൽ രേഖപ്പെടുത്തുന്നത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസും കഴിഞ്ഞ ഇടയ്ക്ക് വേടനുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. വേടൻ എവിടെയാണ്? ഇത്രയും പ്രസിദ്ധനായ ഒരു ഗായകനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതും പീഡന കേസിലെ പ്രതിയായ ഒരാളെ കൃത്യമായി പോലീസ് സംരക്ഷിക്കുന്നു. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം അന്ന് വേടന്റെ ഒപ്പം പോയ സ്ത്രീകൾ പിന്നീട് ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുമ്പോൾ വേടൻ ഒഴിവാകുമ്പോൾ അതെങ്ങനെ പീഡനമാകുന്നു എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ വരുന്ന 2 പെൺകുട്ടികളുടെ പരാതി കൂടി.